സംസ്ഥാനം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാൻ ഇനി മാസങ്ങൾ മാത്രമാണുള്ളത്. വലിയ തോതിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വികസനവുമായൊക്കെ ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. ചടയമംഗലത്തിൻ്റെ MLA, കേരളത്തിൻ്റെ സ്വന്തം മന്ത്രി ചിഞ്ചുറാണി മിനിസ്റ്റർ റിപ്പോർട്ടർ TVയോടൊപ്പം ചേരുകയാണ്. കഴിഞ്ഞ 5 വർഷം വലിയ വികസന പദ്ധതികൾ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് പൊതുവിൽ പറയപ്പെടുന്നത്. അതുതന്നെ വോട്ടായി ലഭിക്കുമെന്നാണോ പറയുന്നത് അടുത്തൊരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടത്തിൽ? അതെ, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചടയമംഗലത്തെ സംബന്ധിച്ച് പറയുകയെന്നുണ്ടെങ്കിൽ ചടയമംഗലം എന്നും ഒരു ഇടതുപക്ഷ മണ്ഡലമാണ്. ഒട്ടേറെ ഞങ്ങളുടെ തന്നെ പൂർവികരായിട്ടുള്ള നേതാക്കന്മാർ പലരും ആ മണ്ഡലത്തിൽ വന്ന് വിജയിച്ചു പോയതായിട്ടാണ് നമുക്കിപ്പോൾ ഇന്ന് കാണുവാൻ സാധിക്കുന്നത്. ഒരു ടേം മാത്രമാണ് ചടയമംഗലം നമ്മളിൽ നിന്നും പോയത്. അത് പലവിധ കാരണങ്ങളായിരിക്കും. പക്ഷേ ഇപ്പം ചടയമംഗലം ഇടതുപക്ഷ മണ്ഡലമാണ്, ശക്തമായ നിലയിൽ മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ 5 വർഷമല്ല, അതിന് തുടർ ഗവൺമെൻറ് എന്ന നിലയ്ക്ക് 10 വർഷക്കാലവും ഒട്ടനവധി വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത അല്ലെങ്കിൽ വികസനം നടന്ന ഒരു മണ്ഡലമാണ് ഇന്ന് ചടയമംഗലം. ആ ചടയമംഗലത്തിൻ്റെ വികസനങ്ങൾ ഞങ്ങളിപ്പോൾ തന്നെ എടുത്ത് പരിശോധിച്ചപ്പോൾ ഞങ്ങൾ വികസന രേഖ ഇപ്പോൾ ഇറക്കി. ഏകദേശം 1000 കോടി രൂപയുടെ വികസനമാണ് 5 വർഷം കൊണ്ട് മാത്രം നടപ്പിലാക്കാൻ കഴിഞ്ഞത്. എന്നാൽ തൊട്ട് 5 വർഷം അതിന് മുമ്പത്തെ 2016 മുതൽ ഇങ്ങോട്ട് എടുത്ത് പരിശോധിച്ചാൽ നിരവധിയായിട്ടുള്ള വർക്കുകൾ നമുക്ക് ചെയ്യുവാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പം മണ്ഡലത്തിലൂടെ ഏത് റോഡുകളിലൂടെയും, പ്രത്യേകിച്ചും പൊതുമരാമത്ത് റോഡുകളെല്ലാം ഞങ്ങളിപ്പോൾ നവീകരിക്കപ്പെടുകയുണ്ടായി. അപ്പോൾ അങ്ങനെ ഒരു വലിയ മാറ്റം നമ്മുടെ മണ്ഡലത്തിൽ വന്നിട്ടുണ്ട്. അത് നല്ല ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണ് ആ മണ്ഡലം ഇനിയും ആര് നിന്നാലും ആ ഇടതുപക്ഷ മണ്ഡലം എന്ന നിലയ്ക്ക് നമ്മുടെ ചടയമംഗലം വിജയിക്കുമെന്നുള്ള ഉത്തമ വിശ്വാസമാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. മിനിസ്റ്റർ, ഈ പ്രവണ മണ്ഡലം മാറി മത്സരിക്കും എന്നൊക്കെ ചില മാധ്യമങ്ങളിലൊക്കെ വാർത്ത വന്നു. അത് അങ്ങനെ ചർച്ചകൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ആഗ്രഹമുണ്ടോ? അതോ ഇവർ തന്നെ അങ്ങ് തുടരുമോ? എന്താണ്? അതൊക്കെ പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. പാർട്ടി ഇതുവരെ നിയമസഭാ സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ള ഒരു തീരുമാനവും എടുത്തിട്ടില്ല, ഒരു ചർച്ചകളും നടത്തിയിട്ടില്ല. അവിചാരിതമായി ഇതൊക്കെ എവിടെ നിന്ന് വന്നു എന്നുള്ളത് എനിക്കറിയാൻ പാടില്ല. ഞാനതൊക്കെ അവഗണിച്ച് കളയുന്ന ഒരാളാണ്. ഈ വികസന തുടർച്ചയ്ക്ക് വേണ്ടി ഒരു തവണ കൂടി മണ്ഡലത്തിൽ MLA ആയിട്ട് നിൽക്കണം, അല്ലെങ്കിൽ സ്ഥാനാർത്ഥി ആവണമെന്നൊരു ആഗ്രഹമുണ്ടോ പാർട്ടി അനുവദിക്കുകയാണെങ്കിൽ? പാർട്ടി അനുവദിച്ചാൽ തീർച്ചയായിട്ടും 2ാം ടേമും ചടയമംഗലത്ത് നിൽക്കുകയും ചെയ്യും. വലിയ ഭൂരിപക്ഷത്തോടു കൂടി എനിക്ക് വിജയിക്കാൻ സാധിക്കും എന്നുള്ള ആത്മവിശ്വാസവും എനിക്കുണ്ട്. വ്യക്തിപരമായി അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, വീണ്ടും ഈ വികസന തുടർച്ചയ്ക്ക് വേണ്ടി മത്സരിക്കണം എന്നൊരു ആഗ്രഹമുണ്ട് വ്യക്തിപരമായി. സാധാരണ ഒരു ടേം മത്സരിക്കുന്ന ഒരാളെ വീണ്ടും അടുത്ത ടേമിൽ മത്സരിപ്പിക്കുക എന്നുള്ള കടമ ഏറ്റെടുക്കുന്ന ഒരു പാർട്ടിയാണ് CPI. അതുകൊണ്ട് തീർച്ചയായിട്ടും പാർട്ടി തീരുമാനിച്ചാൽ ഞാൻ നിൽക്കും. അവസരം തരുന്നു തന്നെയാണ് പ്രതീക്ഷ? അതെ, അവസരം കിട്ടുമെന്നുള്ള പ്രതീക്ഷയൊക്കെ ഉണ്ട്. ഓക്കെ. എന്തായാലും മണ്ഡലത്തിൽ കഴിഞ്ഞ 5 വർഷം നടത്തിയ വികസന പ്രവർത്തനങ്ങൾ അത് വോട്ടാകുമെന്നാണ് മന്ത്രി പറയുന്നത്. പാർട്ടി അനുവദിച്ചാൽ മത്സരിക്കണമെന്ന ആഗ്രഹവും മന്ത്രി നമ്മളോട് പങ്കുവയ്ക്കുന്നുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് അബു താഹിറിനൊപ്പം റിപ്പോർട്ടർ AV ജയശങ്കർ, ഇൻ റിപ്പോർട്ടർ, കൊല്ലം.